ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. 1-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവാണ് ഈശോയെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത്. ദൗത്യം ആരംഭിക്കുന്നതിന് മുൻപ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ ദൈവം അനുവദിക്കുകയാണ്. അവിടെ അപ്പത്തിന്റെ ഒരു പ്രലോഭനം ഈശോയ്ക്കുണ്ടാകുന്നുണ്ട്. അധികാരത്തിന് വേണ്ടിയുള്ള ഒരു പ്രലോഭനം ഈശോയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. താൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കാനുള്ള ഒരു പരീക്ഷണം ഈശോയുടെ മുമ്പിൽ വരുന്നുണ്ട്. ഈ പരീക്ഷണങ്ങളെ ഒക്കെയും തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ, തന്റെ പിതാവിനോട് തനിക്കുണ്ടായിരുന്ന സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ കർത്താവ് തരണം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, നാം എല്ലാവരും നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിന്റെയും ഉപവാസത്തിന്റെയും ഒരു കാലഘട്ടമാണല്ലോ ഈ നോമ്പുകാലം. ഒരു മരുഭൂമി അനുഭവത്തിലൂടെ നടക്കാൻ കർത്താവ് നമ്മയും ക്ഷണിക്കുകയാണ്. സുഖലോലുപതയുടെ, മദ്യാസക്തിയുടെ, ജീവിത വ്യഗ്രതയുടെ താളങ്ങളിൽ നിന്നും ഒന്ന് വഴിമാറി ചവിട്ടാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ മരുഭൂമി കടന്നു പോകുന്ന പോലുള്ള ഒരു ഞെരുക്കം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനെയെല്ലാം സന്തോഷത്തോടെ അഭിമുഖീകരിച്ച് നമുക്ക് കർത്താവിലേക്ക് തിരിയാൻ സാധിക്കണം. എന്തൊക്കെ പ്രലോഭനങ്ങളും പീഡകളും ഉണ്ടായാലും തമ്പുരാന്റെ കൃപയിൽ ആശ്രയിച്ച് പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ഒരു കരുത്താർജിക്കാൻ കർത്താവ് ഇന്ന് നമ്മെ ക്ഷണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് പിന്തിരിയണം. എന്റെ ജീവിതത്തിന്റെ ഏതൊക്കെ സുഖവഴികളിൽ നിന്നാണ് ഞാൻ ഈ ഒരു നോമ്പുകാലത്തിൽ പിന്തിരിയേണ്ടത്? എന്റെ ഏതൊക്കെ തഴക്കദോഷങ്ങളാണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്? എന്നെ ദൈവമേൽപ്പിച്ച ദൗത്യത്തിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കുന്ന എന്തൊക്കെ ദുശീലങ്ങളാണ്, സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടെത്തിക്കാത്ത ഏതൊക്കെ വഴികളാണ് എന്റെ മുമ്പിൽ ഞാൻ അടച്ചുപൂട്ടേണ്ടത്? പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ബോധ്യമുള്ളവരാകാം. കർത്താവ് മരുഭൂമിയിലെ പരീക്ഷണങ്ങളിൽ തളരാതെ, ഈ ലോകത്തിന്റെ പിന്നാലെ ഓടാതെ, തമ്പുരാന് വേണ്ടി, ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതുപോലെ ഈ ഒരു 40 ദിവസം ഈശോയുടെ കൂടെ ഇരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥനയുടെ പ്രായശ്ചിത്തത്തിന്റെ വഴികളിലൂടെ പോകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പലതും വേണ്ടാന്ന് വെക്കാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്തെങ്കിലും ഒരു കൊച്ചു ത്യാഗം എടുക്കാം. നമുക്ക് ഫോണിനാണ് ഞാൻ അഡിക്റ്റ് എങ്കിൽ ഫോണിന് നോമ്പെടുക്കാം. ചില പൊട്ട കൂട്ടുകെട്ടുകളാണ് എന്നെ തകർക്കുന്നതെങ്കിൽ ആ കൂട്ടുകെട്ടുകൾ വേണ്ടാന്ന് വെക്കാം. ലോകത്തിൻ്റെതായ ചില ആർഭാടങ്ങളും ആഘോഷങ്ങളും എന്നെ തളർത്തുന്നുണ്ടെങ്കിൽ, ദൈവ വഴിയിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വഴി വേണ്ടാന്ന് വെക്കാം. ദൈവത്തിൽ നിന്നും ഞാൻ ഒരുപാട് അകലത്തിലാണെങ്കിൽ നമുക്കൊന്ന് തിരിച്ചു വരാം. ഇന്ന് തന്നെ പോയി ഒന്ന് ഈശോയുടെ മുമ്പിൽ ഇരുന്ന് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തി അനുരഞ്ജന കൂദാശ സ്വീകരിച്ച് ദിവസവും ദിവ്യബലി എന്ന ഒരു പതിവ് നമുക്കുണ്ടാക്കാം. അങ്ങനെ നമ്മുടെ ജീവിതവും ഈശോയോട് രമ്യതപ്പെട്ട് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജീവിതമായി മാറട്ടെ. മാനസാന്തരത്തിന്റെ ഫലങ്ങൾ നമ്മിലൂടെ പുറപ്പെടാൻ ദൈവമായ കർത്താവ് നമ്മെ അനുവദിക്കട്ടെ. ഈ നോമ്പുകാലത്തിലൂടെ ഉയർപ്പിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനാകും വിധം നമ്മുടെ ഓരോ തിരഞ്ഞെടുപ്പുകളിലും പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും നയിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ നോമ്പുകാലം പൂർണ്ണമായും ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള പൈശാചികതയുടെ കെട്ടുകളിൽ നിന്നും അങ്ങ് ഞങ്ങളെ വിടുവിക്കണമേ. ആസക്തിയുടെ തലങ്ങളിൽ നിന്നും തഴക്കദോഷങ്ങളിൽ നിന്നും സ്വർഗം എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധം ഞങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ പാപബന്ധനങ്ങളിൽ നിന്നും കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വിമുക്തി തരണമേ. ഞങ്ങൾ എടുക്കുന്ന തീരുമാനത്തെ അങ്ങയുടെ അനുഗ്രഹ ആശീർവാദങ്ങൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ.